ഒരു ക്രിസ്മസ് കഴിയുമ്പോൾ ഉണ്ടല്ലോ അടുത്ത ഒരു ക്രിസ്മസിന് ഒരു കാത്തിരിപ്പാണ് അല്ലേ? അതേപോലെ തന്നെ ഒരു ക്രിസ്മസ് കഴിഞ്ഞിട്ട് ട്രീ എടുത്ത് വെക്കുമ്പോൾ ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കും, ദൈവമേ അടുത്ത ക്രിസ്മസ് ഒന്ന് വേഗം വരണേ. ഈ ട്രീ ഉണ്ടല്ലോ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു വലിയ ടാസ്ക്കാണ്. എല്ലാ പ്രാവശ്യവും ഇത് എൻ്റെ ഒറ്റയ്ക്കുള്ള ഒരു ജോലിയാണ്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ചെറിയ 2 ഹെൽപ്പേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ട്രീ ഉണ്ടല്ലോ ഇതേപോലെ വീടിന്റെ ഒരു മുകളിലത്തെ ഒരു സ്ഥലത്ത് ആണ് വെച്ചേക്കുന്നത്. ഇതെടുത്ത് ഓരോരോ പീസസ് കൂട്ടിച്ചേർത്ത് സെറ്റാക്കി വരാൻ കുറച്ച് ടൈമൊക്കെ എടുക്കുവേ. ബട്ട് വി എൻജോയ് ദ പ്രോസസ്. ഉണ്ടല്ലോ ഈ ക്രിസ്മസ് ട്രീ ഒക്കെ ഇങ്ങനെ ഷോപ്സിലൊക്കെ അത്രയ്ക്ക് അവൈലബിൾ അല്ലായിരുന്ന ആ കാലത്ത് പപ്പ ഉണ്ടല്ലോ ഇവിടുത്തെ ജാതിയുടെയും ഇല്ലിമരത്തിൻ്റെയും ഒക്കെ ശേഖരമൊക്കെ വെട്ടി നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന കാലം തൊട്ട് ഈ ക്രിസ്മസിന്റെ ആ ഒരു ട്രൂ സ്പിരിറ്റ് ഇല്ലേ, അതെനിക്ക് ഉണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നും. ഇന്നിപ്പം പപ്പ ഞങ്ങളെയൊക്കെ വിട്ടുപോയിട്ട് 3 വർഷം കഴിഞ്ഞു. എല്ലാ പ്രാവശ്യവും ക്രിസ്മസ് വരുമ്പം അല്ലെങ്കിൽ ഈ ട്രീ ഇങ്ങനെ എടുത്തു വെക്കുമ്പം ഈ പുൽക്കൂട് നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഞാൻ പപ്പായെ വല്ലാതെ മിസ് ചെയ്യും. അതൊക്കെ പോട്ടെ, ഇതാണ് നമ്മുടെ ട്രീയുടെ ഫൈനൽ ലുക്ക്. ഇനി ഇവൻ ഇങ്ങനെ ഈ വരാന്തയിൽ വെട്ടിത്തിളങ്ങി 1.5 മാസം ഇരിക്കും. നമ്മുടെ പാലായിലെ രാക്കുളിപ്പെരുന്നാൾ വരെ.